സീൽഡ് ബോക്സിൽ നിങ്ങൾ നാട്ടിലേക്ക് നിങ്ങളെ ഗാഡ്ജറ്റ്സ് എന്തെങ്കിലും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ പൊക്കും. നിങ്ങൾ ടാക്സ് അടക്കേണ്ടി വരും. ഏകദേശം ഒരു 10-15,000 ഇന്ത്യൻ രൂപയ്ക്കായിരിക്കും ടാക്സ് അടക്കുക. അത് നിങ്ങൾ അവരെ അടുത്ത് എത്ര കരഞ്ഞ് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അവർ സമ്മതിക്കില്ല. കാരണം അത് കേന്ദ്ര ഗവൺമെൻറ് റൂളാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് റീസെൻ്റ്ലി ഉണ്ടായ 2 എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ സാധാരണ നാട്ടിൽ വരുമ്പം എൻ്റെ കയ്യിലുള്ള ഫോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണേ എൻ്റെ ഐഫോണ്, 2 എൻ്റെ സാംസങ്ങിൻ്റെ ഫോണ്, എൻ്റെ ക്യാമറ Insta360, ഇത് ഞാൻ വീഡിയോ ഷൂട്ടിന് യൂസ് ചെയ്യുന്നതാണ് ഈ Insta360. പിന്നെ ഞാൻ ഇത്തവണ ഒരു ഹാർഡ് ഡിസ്ക് കൊടുക്കുന്നു എൻ്റെ ഫ്രണ്ടിന്. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗിംബലിൻ്റെ ഈ ഒരു കവറ്, പിന്നെ എൻ്റെ ഐപാഡ്. ഇത്രയും ഗാഡ്ജറ്റ്സ് ആയിട്ടാണ് ഞാൻ ഇത്തവണ വന്നത്. നേരെ മറിച്ച് ഞാൻ കഴിഞ്ഞ തവണ വന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇതിൻ്റെ കൂടെ ഒരു 15 Pro Max ഉണ്ടായിരുന്നു. ആ 15 Pro Max ഒരു പക്ഷേ അൺപാക്ക്ഡ് ആയിരുന്നു, ഇത്തരത്തിൽ സീൽഡ് അല്ലായിരുന്നു. അതെൻ്റെ കയ്യിലായിരുന്നു, അതിൻ്റെ കവറും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഇത് നീ ഉപയോഗിക്കുന്ന ഫോണാണോ അതോ നീ ആരെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചോണോ? അപ്പോൾ ഞാൻ കറക്റ്റ് അവരോട് കാര്യം പറഞ്ഞു, ഇത് എൻ്റെ ഫോൺ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ അവർ ആ ഫോണ് തുറന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിൽ എൻ്റെ ആപ്പിൾ ഐ ഡി ആയിട്ട് സിങ്ക് ചെയ്തിട്ടുള്ള എൻ്റെ കുറച്ച് ഇമേജസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അവർ അതിൽ കൺവിൻസ് ആയി, അവരെന്നോട് പോയിക്കോളാൻ പറഞ്ഞു. നേരെ മറിച്ച് ഞാനത് കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള സീൽഡ് പാക്കിലാണെന്നുണ്ടെങ്കിൽ, സീൽ പൊട്ടിക്കാത്ത പാക്കിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ ഐഫോണും കാര്യങ്ങളൊക്കെ ദുബൈയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാവും. ആ ലാഭം മൊത്തം ഫ്ലൈറ്റ് ഇറങ്ങി അവരാ പിടിച്ചു കഴിഞ്ഞാൽ ആ ലാഭം മൊത്തം പോകും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ സീൽഡ് ബോക്സിൽ കഴിയുന്നതും ഫോൺ കൊണ്ടുവരരുത്. നിങ്ങൾ അതിൻ്റെ സീല് പൊട്ടിച്ചിട്ട് ആ ഫോൺ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളെ കയ്യിൽ വെക്കുക. എങ്കിൽ പിന്നെയും കുഴപ്പമില്ല. 2-3 ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അതുകൊണ്ട് കാലിക്കറ്റ് എയർപോർട്ട് വഴി ട്രാവൽ ചെയ്യുമ്പം നിങ്ങൾ മാക്സിമം അത് ശ്രദ്ധിക്കുക.